അതൊന്നും ഞാൻ പറയത്തില്ല. അതൊക്കെ ഒരുപാട് പേർക്ക് അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അവരോടൊന്നും എനിക്ക് യാതൊരു വിരോധമില്ല. PC ജോർജൊക്കെ ഇന്നും എൻ്റെ മിത്രങ്ങളാണ്. വളരെ സ്നേഹത്തോടെ ഞാൻ അദ്ദേഹം വിളിക്കും, ഞാൻ അദ്ദേഹത്തെയും വിളിക്കും. എൻ്റെ ചേട്ടാന്ന് വിളിച്ച് ഞാൻ സ്നേഹത്തോടെ കാണുന്ന ഒരാളാണ്. എൻ്റെ ഒരു സഹോദരനായി, മൂത്ത സഹോദരനായി കാണുന്ന ഒരു വ്യക്തിയാണ്. അവരോടൊക്കെ എനിക്ക് റെസ്പെക്റ്റേ ഉള്ളൂ. ഇവരോടെല്ലാം എനിക്ക് റെസ്പെക്റ്റേ ഉള്ളൂ. ഞാൻ വേല വെച്ചു എന്ന് ആരെങ്കിലും ഒരാൾ പറയും. ഞാൻ പറഞ്ഞ കറക്റ്റില്ലേ, ശ്രീ K. കരുണാകരൻ്റെ ഭാര്യ എന്ന് പറയുന്നത് KC വേണുഗോപാലടക്കമുള്ള ആളുകൾക്ക് പത്മജ ചേച്ചി മാത്രം പറഞ്ഞു, എൻ്റെ അമ്മയെ പറഞ്ഞ് ശരിയായില്ല. സ്വന്തം അമ്മയേക്കാൾ സ്നേഹം കൊടുത്ത KC വേണുഗോപാലിന്, രമേശ് ചെന്നിത്തലയ്ക്ക്, VD സതീശൻ അന്നില്ല. സതീശൻ അന്ന് കുറച്ച് ജൂനിയർ അവിടെ ഒന്നുമില്ല. സതീശനില്ല. ഞാൻ കണ്ടിട്ടുള്ളതല്ലേ, ശിവകുമാർ, പന്തളം സുധാകരൻ, കാർത്തികേയൻ, MI ഷാനവാസ്, ഇവരെല്ലാവരും ആ അമ്മയുടെ കയ്യിൽ നിന്ന് ചോറ് വാങ്ങിച്ചുകൊണ്ടിട്ടുണ്ട്. അവരെ പറ്റിയിട്ട് അവർക്ക് ഒരു അനാവശ്യം ധ്വനിക്കുന്ന ഒരു സംസാരം ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിൽ നിന്നുണ്ടാകുമ്പോൾ ആവർത്തിക്കരുത് എന്ന് വിലക്കാൻ അന്തസ്സില്ലാത്ത ആളുകളല്ലേ. ഞാനല്ലേ പറഞ്ഞുള്ളൂ എതിര് അന്ന്. സത്യം പറയും, നിങ്ങളുടെ മാധ്യമങ്ങളും ഞാനല്ലേ എതിര് പറഞ്ഞുള്ളൂ. അതിനകത്ത് പത്മജ വേണുഗോപാലും പറഞ്ഞു, ഞാനും പറഞ്ഞു. രണ്ടുപേരും മാത്രം. K. മുരളീധരൻ പോലും മിണ്ടിയില്ലല്ലോ അക്കാര്യത്തിൽ. ആരെ സന്തോഷിപ്പിക്കാൻ? കൊടുത്താൽ കൊല്ലത്തും കിട്ടും. ഞാനൊരു ചതിയനാണെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കില്ല ഈ കസേരയിൽ, കേട്ടോ. എന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ ചതിയനും വഞ്ചകനും എൻ്റെ രാജ്യത്തെ സർക്കാരിനെയും ഒറ്റി കൊടുക്കുന്നവനല്ല ഞാൻ. പിന്നീട് ഇല്ല കൊടുക്കാൻ പറഞ്ഞല്ലോ, കൊടുക്കാമെന്ന് പറയുകയും കൊടിക്കുന്ന് സുരേഷിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊടിക്കുന്ന് സുരേഷിനെ വിജയിപ്പിക്കണം, മന്ത്രിസ്ഥാനം പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ കൊടുത്തിരിക്കും എന്ന് വട്ടാരക്കര പത്തനാപുരത്ത് വീട്ടിൽ വെച്ച് അച്ഛനും ശ്രീ കൊടിക്കുന്ന് സുരേഷ് സാക്ഷിയായി ഉമ്മൻചാണ്ടി പറഞ്ഞു. എന്നിട്ട് കൊടുത്തോ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ അന്നത്തെ സഹകരണ മന്ത്രിയായിരുന്ന തൃശ്ശൂരുള്ള ശ്രീ ബാലകൃഷ്ണൻ അദ്ദേഹത്തെ രാജിവെപ്പിച്ച് ആ പോസ്റ്റിൽ കൊടുക്കാം എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞെന്ന് കൊടിക്കുന്ന് സുരേഷ് അറിയാമല്ലോ. അദ്ദേഹം സാക്ഷിയല്ലേ. അദ്ദേഹത്തെ സാക്ഷി നിർത്തിയല്ലേ അച്ഛനോട് പറയുന്നു ഉമ്മൻചാണ്ടി. പത്തനാപുരത്ത് എൻ്റെ വീട്ടിൽ വെച്ചല്ലേ പറയുന്നു. അപ്പോൾ ആരെ വഞ്ചിച്ചു എന്നൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്താൽ വേറെ സാക്ഷികളുണ്ട് കേട്ടോ. ഞാൻ കൊടിക്കുന്ന് സുരേഷിൻ്റെ പേര് പറഞ്ഞ് അദ്ദേഹം സത്യം പറയും എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് ചാണ്ടി ഉമ്മൻ ഇറങ്ങി ആവശ്യമില്ലാത്ത ജാതിയും മതവും സമുദായം എന്ന് പറയാം. ഞാൻ ആരോടും ജാതിയും മതവും സമുദായം എന്നും പറയുന്ന ആളല്ല. ഉദ്ദേശം മനസ്സിലായി എന്ന് മാത്രം ചാണ്ടി ഉമ്മൻ മനസ്സിലാക്കിയാൽ മതി. ഉദ്ദേശം ആരാ? അല്ല, മകൻ്റെ സ്ഥാനത്ത് കണ്ടിട്ടാന്നോ രണ്ട് പിള്ളേരെയും എല്ലാം കൂടി പല പാത്രത്തിലാക്കിയത്? ചുമ്മാ പറയുന്നില്ല ഇതൊക്കെ. ഞാനൊരു കാര്യം ചോദിട്ടെ, ഞാനൊരു ദുഷ്ടനും ദ്രോഹിയും ചതിയനുമാണെങ്കിൽ ഞാൻ ഇന്ന് ഈ കസേരയിൽ ഇരിക്കില്ല, വീട്ടിൽ ഇരുന്നേനെ. ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കിയതിന് ശേഷം 3 തിരഞ്ഞെടുപ്പ് ഞാൻ ജയിച്ചു. ഏതാ? മനുഷ്യനും അറിയാം, ദൈവത്തിനും അറിയാം എൻ്റെ സത്യസന്ധത. അത് ഞാൻ പുലർത്തിയിട്ടുണ്ട്, ഞാൻ ഇന്നും പുലർത്തുന്നു. ഞാൻ ഇന്നും ഒരു മന്ത്രിയായിട്ടിരുന്ന് എൻ്റെ മുഖ്യമന്ത്രിയുടെയൊക്കെ അനുഗ്രഹവും സഹപ്രവർത്തകരുടെ സഹായം കൊണ്ട് ഞാൻ KSRTC പടുകുഴിയിൽ കിടന്ന KSRTC ഞാൻ കൈപിടിച്ച് ഉയർത്തിയവനാണ്. എന്നെ അങ്ങ് ചീപ്പായിട്ട് കാണണ്ട. 5 ലക്ഷം ജയിച്ചാളാണ് ഞാൻ, അങ്ങനെ ആരും കാണണ്ട. VD സതീശനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഞാനും അദ്ദേഹവും ഞങ്ങൾ രണ്ടുപേരും 5 ലക്ഷം തുടർച്ചയായിട്ട് ഒരേ മണ്ഡലത്തിൽ ജയിച്ചവരാണ്. ക്വാളിഫിക്കേഷന് കുറവൊന്നുമില്ല കേട്ടോ. അതൊന്നും വേണ്ട. ഉദ്ദേശം എല്ലാവർക്കും മനസ്സിലായല്ലോ. എന്തിനാണ് ചാണ്ടി ഉമ്മൻ്റെ പ്രസ്താവന നിർത്തുന്നത് ചാണ്ടി ഉമ്മന് നല്ലത്. ഉദാഹരണം, അത് ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ടവരെ ഇളക്കി വിട്ട് ഇലക്ഷനിൽ എനിക്കെതിരെ നീക്കം ഉണ്ടാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഗൂഢതന്ത്രം. അതൊന്നും പത്തനാപുരത്തിൻ്റെ മണ്ണിൽ ചില ഭാഗത്തിൽ വെച്ചിരുന്നാൽ മതി. വീണ്ടും ഇലക്ഷൻ എടുത്തു, ഇതേ വിഷയം, വേറെ ഒരു വിഷയമില്ല. ഈ നാടിന് ചെയ്ത നന്മകളോ ആ പത്തനാപുരം എന്ന നിയമമണ്ഡലത്തിന് ചെയ്ത പുരോഗതിയെക്കുറിച്ചോ അവിടെ ഉണ്ടായ വളർച്ചയെക്കുറിച്ചോ അവിടുത്തെ സാധാരണക്കാർക്ക് ലഭിച്ച നന്മയെക്കുറിച്ചോ ഒന്നുമില്ല പറയാം. മഹാത്മാഗാന്ധിയെ വെടിവെച്ചു വന്നവർക്ക് സ്മാരകം പണിയുന്ന നാടാണ്. പിന്നെ ഇത് ഏതാ? മഹാത്മാഗാന്ധി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മാറ്റിയെന്ന മഹാത്മാഗാന്ധിയെ പറ്റിയ അവഹേളനം പറയും. ഗാന്ധിജിയുടെ പേര് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മാറ്റിയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ഒന്നും ചെയ്യാൻ കോൺഗ്രസ്സുകാർക്ക് പറ്റുന്നില്ലല്ലോ. കൈപിടിച്ച് തലയെ കൈവച്ച് വളർത്തിക്കൊണ്ടുവന്ന മക്കളെപ്പോലെ കൊണ്ടുവന്ന കരുണാകരനെ എന്താ ചെയ്തേ?